അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ചട്ടിപ്പത്തിരി, പൊക്കവട, ഉന്നക്കായ്, സമൂസ, കട്ട്ലറ്റ് ഇതെല്ലാമാണല്ലോ നമ്മൾ ഇഫ്താറിന് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഡിഷ് തയ്യാറാക്കാം. അപ്പോൾ എണ്ണയിലൊന്നും വറുത്ത് കോരാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സംഭവമാണ്. പക്ഷേ നമുക്ക് ഓവൻ ഇല്ലെങ്കിലും നമുക്ക് അടുപ്പത്ത് തന്നെ ഗ്യാസ് സ്റ്റൗവിൽ തന്നെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇത് ടർക്കിഷ് ബ്രെഡാണ് കേട്ടോ. പക്ഷേ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്, ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതൊന്നുമല്ല, നമുക്ക് വീട്ടിൽ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ അതിൻ്റെ മുന്നേ നിങ്ങൾ ബിരിയാണീൻ്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 3 കഷ്ണം എല്ലില്ലാത്ത പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 100-150 ഗ്രാം ഉണ്ടാവും. ഞാൻ തൂക്കിയിട്ടൊന്നുമില്ല, നോക്കാതെ. ഞാൻ പറയില്ല, വീട്ടിലേക്ക് കഴിക്കാനായതുകൊണ്ട് പിന്നെ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയണില്ല, നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാനാണല്ലോ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ, നന്നായിട്ടൊന്ന് ചതച്ചെടുത്തു. അതിൻ്റെ ശേഷം ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തു. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടാവും. അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇഞ്ചി എനിക്ക് ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത കാരണം ഞാനൊന്ന് ചതച്ചിട്ട് ഇട്ടെടുത്തു. വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇത് ടർക്കിഷ് ബ്രെഡാണ്. അപ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്, അതിൻ്റെ മസാലയിലൊക്കെ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2 സവാള, ചെറിയ സവാളയാണ് ഇട്ട് 2 സവാള ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞത്, നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ മീറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, നന്നായിട്ട് ചിക്കൻ ചതച്ചത്, അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. കാരണം ചിക്കന് വേവുണ്ടല്ലോ. അപ്പോൾ ഞാൻ പാകത്തിന് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുറച്ച് വഴന്ന് വന്നതിൻ്റെ ശേഷം ഞാൻ ആ മിക്സ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനൊന്ന് ഉടച്ചു കൊടുക്കണം, കാരണം അത് എന്താ പറയുക, മിക്സിയിൽ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ ഒന്നായിട്ട് കൂടി വരും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്കാവണ വരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നോളൂ. നമുക്കൊരു 20-25 മിനിറ്റ് അങ്ങനെ വഴറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും ചിക്കൻ കുക്കായി വരും കേട്ടോ. നമുക്ക് ബീഫ് വേണമെങ്കിൽ ബീഫ് വെച്ചിട്ടും തയ്യാറാക്കാം, അതെല്ലാം മട്ടൻ വേണമെങ്കിൽ മട്ടൻ വെച്ചിട്ടും തയ്യാറാക്കാം. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഡൗ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി എടുത്താൽ മതി. അപ്പോൾ 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. ഞാൻ എൻ്റെ അടുത്ത് ഒലിവ് ഓയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒലിവ് ഓയിൽ എടുത്തത്. 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ചൂടുള്ള വെള്ളം, ഇളം ചൂടുള്ള വെള്ളം. ഞാൻ ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്, മിൽക്ക് വാട്ടർ. അതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് തടവിയിട്ട് മുകളിൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് തടവി വെച്ചു. ഇനി നമുക്കിതൊന്ന് 1/2-1/4 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ഓയിൽ തടവി വെക്കുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു നനഞ്ഞ ക്ലോത്തോ അല്ലെങ്കിൽ ഞാൻ മൂടി വെച്ചിട്ടാണ് 1/2-1/4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ആണെങ്കിൽ കാശ്മീരി ഇട്ട് കൊടുക്കുക. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, നമുക്കൊന്ന് സ്പൈസി ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ പാർസൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്കിനി ഇതിലേക്ക്, എൻ്റെ അടുത്ത് ഒറിഗാനേ ഉള്ളൂ, അപ്പോൾ ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാർസൽ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. നമുക്ക് ഫ്രഷ് ലീവ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ ഫ്രഷ് ലീവ്സ് കിട്ടില്ലല്ലോ. പിന്നെ ഒറിഗാനോ ഇട്ടത് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കുക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മസാല കഴിക്കാൻ.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് സോസ് ഒഴിച്ചു കൊടുക്കുന്നത്, ടൊമാറ്റോ സോസ് കേട്ടോ. നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാം. കുക്കായി വന്നിട്ടുണ്ടല്ലോ. ഇതൊരു ടർക്കിഷ് ഡിഷാണ്. നമുക്ക് വേണമെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് മസാല ഉണ്ടാക്കിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡവ് തയ്യാറാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഡവിൽ ഫില്ല് ചെയ്യാൻ വെറും ചീസും പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഒറിഗാനോ പാർസൽ അതല്ല. അപ്പോൾ നമുക്ക് ഡവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 എണ്ണത്തിനുള്ള ഡവാണ് കേട്ടോ. 4 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ച് കട്ടി വേണമെങ്കിൽ ഒരു 3 എണ്ണത്തിനേ ഉണ്ടാവുള്ളൂ. ഞാൻ 4 എണ്ണം ആക്കിയെടുത്തു. ശരിക്കും 3 എണ്ണം ആക്കിയാൽ മതിയായിരുന്നു. നമ്മൾ പിന്നെ സെയിൽ ചെയ്യാനല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സെയിൽ ചെയ്യാനാണെങ്കിൽ ഞാനെല്ലാം കറക്റ്റ് അളവൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 4 എണ്ണത്തിന് കട്ട് ചെയ്തിട്ടോ. നമുക്ക് 3 എണ്ണം ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടപ്പൊടി ഗോതമ്പപ്പൊടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഗോതമ്പപ്പൊടി വെച്ചിട്ട് ഇതേപോലെ തന്നെ മാവ് കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം ഉണ്ടാക്കിയാൽ മതി. നമുക്ക് നേരത്തെ തന്നെ ഒക്കെ തയ്യാറാക്കി വെച്ചാൽ പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്നുണ്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാൻ മല്ലിയിലയും കുറച്ച് മൊസറല്ല ചീസാണ്. മൊസറല്ല ചീസും മല്ലിയിലയും പിന്നെ ചെഡാർ ചീസുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ശരിക്കും ഇതിലേക്ക് ഫെറ്റ ചീസാണ് എടുക്കുക. ഫെറ്റ ചീസ് ഞാൻ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫെറ്റ ചീസിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം അത് ആട്ടുംപാലുകൊണ്ട് ഉണ്ടാക്കുന്ന ചീസാണ് ഫെറ്റ ചീസ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ചെഡാർ ചീസും പിന്നെ മൊസറല്ല ചീസുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് ഒറിഗാനും പാർസലയും കുറേശ്ശെ ഇട്ട് കൊടുത്തു. ഡ്രൈ ലീവ്സാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിയിലയൊക്കെ നമുക്ക് മല്ലിയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ്. ശരിക്കും ഇതിൻ്റെ റെസിപ്പിയിൽ മല്ലിയില ഇല്ല കേട്ടോ. മല്ലിയില ഇല്ലാത്ത കാരണം ടർക്കിഷ് ഡിഷിലൊന്നും മല്ലിയിലൊന്നും അവർ വല്ലാണ്ട് യൂസ് ചെയ്യണില്ല. അവർക്ക് യൂസ് ചെയ്യണത് ഒറിഗാനോ പാർസൽ ഇതൊക്കെ ഫ്രഷ് ലീവ്സാണ് അവർ യൂസ് ചെയ്യണത്. അങ്ങനെ ഞാൻ നീളത്തിൽ പരത്തിയെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ നമ്മളിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുണ്ടാക്കിയ ഈ ചീസിൻ്റെ മിക്സ്. ചീസിലൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ ചെഡാർ ചീസ്, മൊസറല്ല ചീസ്, പിന്നെ ഒറിഗാനോ പാർസൽ ഇതെല്ലാം ഡ്രൈ ലീവ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാനിതിൻ്റെ സൈഡിലൂടെയൊക്കെ വന്നിട്ട് ഒന്ന് ഫില്ലാക്കിയിട്ട് പിന്നെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. അതങ്ങനെയാണ് മടക്കിയെടുക്കുക. എനിക്ക് കലാകാരം വളരെ കുറവാണ്, എങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കൈകൊണ്ടുള്ള മിനുക്ക് പണികളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ് എനിക്ക് കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചെയ്തു തരും, കുട്ടികളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഇത് ബേക്ക് ചെയ്യണ പാനൊന്ന് ഗ്രീസ് ചെയ്തെടുത്തു. നമുക്കൊന്ന് ഓയിൽ പുരട്ടിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഫില്ലിങ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമുക്കിതിലേക്ക് ചീസ് മാത്രം ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും ആദ്യം നമുക്ക് ഇതിലേക്ക് മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടി മിക്സാക്കി വെച്ചതാണ് നമുക്ക് ശരിക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഓർമ്മയില്ലാതെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പിന്നെ അത് ബീഫ് എടുത്തതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത് പിന്നെ വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓർമ്മയില്ലാതെ ഞാൻ ആദ്യം ബീഫിൻ്റെ മിക്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് എന്താ പറയുക, ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വൈറ്റ് എള്ളും ബ്ലാക്ക് എള്ളും ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ശരിക്കും ഇതിലേക്ക് ഫെറ്റ ചീസും കൂടിയാണ് ഇട്ടിടുക. അതുകൊണ്ടാണ് ഇതിന് ഫെത്തായിറ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ശരിക്കും ഫെറ്റ ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഫെറ്റ ചീസ് എൻ്റെ കയ്യിലില്ല. പിന്നെ ഫെറ്റ ചീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം അത് ആട്ടുംപാലുകൊണ്ട് ഉണ്ടാക്കുന്ന ചീസാണ്. അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഫെത്തായിറ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെഡാർ ചീസും മൊസറല്ല ചീസുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 17 to 20 മിനിറ്റാണ് കേട്ടോ ബേക്കിംഗ് ടൈം വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ മറന്നുപോയി, ശരിക്കും അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ. ഗ്യാസ് സ്റ്റൗവിൽ ചെമ്പ് വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ഏതാണോ അത് അതേപോലെ ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് ഇതേപോലെ തന്നെ മൂടി വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഓവനൊന്നും വേണ്ട, അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനത് കാട്ടിത്തരാൻ മറന്നുപോയി. ശരിക്കും എനിക്ക് 2 എണ്ണം അങ്ങനെ ബേക്ക് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഞാൻ ബേക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് ഓർമ്മയായത്. എന്നും നമുക്ക് ഓവൻ തന്നെ ബേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് കാരണമാണ് എനിക്ക് ഓർമ്മ വരാതിരുന്നത് കേട്ടോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളും ബ്ലാക്ക് എള്ളുമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാര്യമായിട്ട് ഞാൻ ഈ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഗ്യാസ് സ്റ്റൗവിലൊന്നും ഞാൻ അങ്ങനെ കുക്ക് ചെയ്തെടുക്കലില്ല. നിങ്ങൾ ഓവൻ ഇല്ലാത്തവർ ഗ്യാസ് സ്റ്റൗവിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാലയും പിന്നെ ഈ ഇത് കഴിക്കാൻ തന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ട് കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നും നമ്മൾ ഈ ഫ്രൈ ചെയ്തതിലത്ത് കഴിക്കണത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാമല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. എന്താണെന്ന് പറയാം, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്, ബ്രെഡാണ്. പിന്നെ ഇക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കഴിക്കണ സമയത്ത്, നോമ്പ് തുറക്കണ സമയത്ത് ഒന്ന് കട്ട് ചെയ്ത് ഇക്കാണ് ഇട്ടത് കട്ട് ചെയ്യണത് കണ്ടോ. ചീസ് അങ്ങനെ വലിഞ്ഞ് വരും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അന്ന് 2 പിസ്സ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിസ്സ അതിൻ്റെ ശേഷം ഞാൻ പിസ്സയും ബേക്ക് ചെയ്ത് ഇത് സെയിൽ ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓവനിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തത്. എനിക്ക് ഗ്യാസ് സ്റ്റൗവിൽ ബേക്ക് ചെയ്യാൻ മറന്നു പോകാനുള്ള കാരണം അതാണ് കേട്ടോ. 2 പിസ്സ, ഇത് എന്താ പറയുക ലാർജ് പിസ്സയാണ് കേട്ടോ. വലിയ പിസ്സയാണ് ഇത് 2 ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്ക്, MESലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബേക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഞാൻ അവർക്ക് പാക്കാക്കിയിട്ട് അത് അവർക്ക് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ ഓവനില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അത് ഞാനിതിൽ കാണിക്കണുണ്ട്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ വെറുതെ എടുത്തതാണ് കേട്ടോ. സാധനങ്ങളൊന്നും വെക്കാതെ നമ്മൾ ഗ്യാസ് സ്റ്റൗവ് നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പാത്രം, വേണ്ടാത്തൊരു ചെമ്പ് അടുപ്പത്ത് വെക്കുക, ഒരു അലുമിനിയം പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമില്ല. അതിൽ റിങ് ഇറക്കി വെച്ചതിൻ്റെ ശേഷം നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യണേ ആ പാത്രം, അപ്പോൾ ആ പാത്രത്തിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സാധനം ഉണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ 15 to 20 മിനിറ്റ്. ഇനി കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്തിട്ട് കുക്കാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്ര കൊള്ളിട്ട വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.